ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്പലത്തിൽ പൂരം കൊടിയേറി മക്കളെ. അപ്പം ഇന്ന് കൊടിയേറ്റാട്ടോ. അപ്പം ഞങ്ങൾ കൊടിയേറ്റത്തിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് എടുക്കുന്നത്. അപ്പം ഇന്ന് കാണാൻ പോവാണ്. ബാക്കി അച്ഛൻ പറഞ്ഞോളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ കൊടിയേറ്റാണ്. അപ്പോൾ നമ്മൾ കാശും കൂടൊക്കെ പൊട്ടിച്ചന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അടുത്ത പൂരാണ്, പൊടിമോളുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അന്ന് കുറേ പേര് ചോദിച്ചു ഏത് പൂരാണ്, കാവശ്ശേരി പൂരാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കാവശ്ശേരി പൂരമല്ല, വെളുത്തൂർ ശ്രീ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാണ്. അപ്പോൾ പൂരം വരുന്ന ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ 18-ാം തീയതി ശനിയാഴ്ച, 18-ാം തീയതി പൂരം, 19-ാം തീയതി വേല, 18-ാം തീയതി ഞങ്ങളുടെ തൊട്ടന്നെ അരിമ്പൂര് കുന്നത്തങ്ങാടി പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളും പൂരം ഒരു ദിവസമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുമ്പോൾ അവിടെ പൂരത്തിൻ്റെ അമ്പലത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിക്കും. ചെറിയൊരു വെടിക്കെട്ടുണ്ടായി, ഞങ്ങൾ കാണിക്കില്ല. അത് മറ്റുള്ളവർക്കും കൂടിയാണ് പറയണത് കേട്ടോ. യൂട്യൂബിൽ വീഡിയോ ചെയ്യണവർക്കും കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ യുദ്ധം നടക്കണത് കൊണ്ട് ഈ പടക്കം പൊട്ടിക്കുക, ഗുണ്ട് പൊട്ടിക്കുക അങ്ങനെയുള്ള കേസുകൾ ആരും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യരുത്. എന്താ കാരണം വെച്ചാൽ അത് വയലൻസ് വരുന്നുണ്ട്. ഇപ്പോൾ 1-2 പേർക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. 1-2 പേർക്ക് സ്ട്രൈക്ക് കിട്ടി, സിൽവർ ബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരാൾക്ക് ബ്ലോക്കായി. അപ്പോൾ അതിൻ്റെ വീഡിയോകളൊന്നും ഞങ്ങൾ എടുക്കില്ല. പൂരത്തിൻ്റെ ഒന്നും ഞങ്ങൾ വെടിക്കെട്ടൊന്നും കാണിക്കില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ബാക്കി പൂരപ്പറമ്പിൽ പോയി കാണാം. എല്ലാവർക്കും നമ്മുടെ അമ്പലം ചുറ്റുപാടും പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ മക്കളിലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് പേര് വെടിക്കെട്ടുണ്ടെന്ന് വെച്ച് വന്നിട്ടുണ്ട്. വെടിക്കെട്ടല്ല, വർണ്ണമഴ. അതായത് ഈ ലാത്തിരി പൂത്തിരിയൊക്കെ വലിയ ലാത്തിരിയൊക്കെ വെച്ചിട്ടുള്ള അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് വീഡിയോ എടുക്കണില്ല. അപ്പോൾ നമുക്ക് വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മുടെ അമ്പലമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ വർണ്ണമഴ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ ബാലി ഉണ്ട് കേട്ടോ. നാടകം ഗാനമേളയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ബാലിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലം കാണിച്ചു തരാൻ ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടപ്പുരയാണ് കേട്ടോ. ഫ്രണ്ടിൽ നമ്മളൊരു നടപ്പുര വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പൊടിമോള് എവിടെ വന്നാലും ഐസ്ക്രീംകാരനെ നോക്കിയിട്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഐസ്ക്രീംകാരനെ കണ്ടു. അപ്പോൾ ഞാനിത് ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞൊരു കണക്കിന് സെറ്റപ്പാക്കി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയ തിരക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അത് കൂടാണ്ട് വേലകളുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് വേലയുണ്ട്. പിന്നെ ഒരു എന്താ പറയുക 3-4 സെറ്റ് വേലകൾ, വടക്കുമുറി, തെക്കുമുറി എന്നൊക്കെ പടിഞ്ഞാറ്റുമുറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് നമ്മുടെ സുഹൃത്തുക്കളും മക്കളൊക്കെ ആയിട്ട് ഓരോ വേല കമ്മിറ്റിക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ പൊടിമുളക് ഐസ്ക്രീമിന് വേണ്ടി ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് കയറുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിൽ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലം ഇതാണ്. ഈ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അച്ഛൻ്റെ ചങ്ക് ഫ്രണ്ടായിട്ടുള്ള വിവേക് മാമൻ്റെ ഉണ്ണിനെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് റാംബോ എന്നാണ് കേട്ടോ. എൻ്റെ ചങ്ക് പൊടിയാട്ടാ. റാംബോ ഒരു ഹായ് കൊടുത്തരാ. ഇപ്പോൾ റാംബോൻ്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. വാള് പുലിയാണ് കേട്ടോ. റാംബോ എന്നാണ് കേട്ടോ എൻ്റെ പേര്. നമ്മുടെ വിവേകിൻ്റെ മോനാണ് കേട്ടോ, റാംബോ കുട്ടൻ. നമ്മളിടയ്ക്ക് വീഡിയോയിലൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു റാംബോ. ഇതാണ് വിവേക് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇതേ പൊടിമോളുടെ മെയിൻ സ്ഥലം ദേ കാണുന്നു, ഐസ്ക്രീം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എന്താ പറയുക ടൗണിലേക്കൊക്കെ പോകുമ്പോൾ വലിയ ഷോക്കൊക്കെ പോകുമ്പോൾ കാണാറില്ല ഈ മാജിക്കും കാര്യങ്ങളും 3D എഫക്റ്റൊക്കെ ഉള്ളത്. അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് ഈ കൊല്ലം നമ്മുടെ അവിടെ. ഈ ഇതിൻ്റെ പിന്നിലാണ് റെഡിക്ക് വലിയ സ്റ്റേജ് വരുന്നത്. പൂരത്തിൻ്റെ അന്ന് ഗാനമേള ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സ്റ്റേജ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗാനമേള ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. വെറുതെ ഒന്ന് ഉള്ളിൽ കയറി നോക്കി നോക്കാം, ആരുമില്ല. ഇതിൻ്റെ ഉള്ളിലാണ് ടിക്കറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ടാവും. ഇത് ഇപ്പോൾ ഇതിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. നാളെ തൊട്ട് സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞാൽ ഈ 3D എഫക്റ്റൊക്കെ വെച്ചിട്ട് ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടി. അപ്പോൾ ഇവിടെ എന്താ പറയുക ഞായറും ശനിയൊക്കെ അടിച്ച് പൊളിയാവും കേട്ടോ. നമ്മളെ പിള്ളേരും ഒക്കെ ആയിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ലൊരു അടിച്ച് പൊളി ഉണ്ടാവും. അപ്പോൾ ഇത് ലോങ്ങിൽ നിന്ന് കാണുമ്പോഴുള്ള അമ്പലമാണ് കേട്ടത്. പക്ഷേ അടുത്ത് ചെല്ലുമ്പോൾ ആകെ ഇരുട്ടായത് കൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് ക്ലിയറായി വീഡിയോ കിട്ടില്ല. ഇനി നമുക്ക് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ. വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര വെടിക്കെട്ടായിരുന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വെടിക്കെട്ടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് നേരെ താഴത്തോട്ട് പോകണത് പാടത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളന്ന് സുബീര വീട്ടിലേക്ക് വന്നത്. ഇതാണ് പാടം.
അപ്പോൾ ആകെ ഇരുട്ടായത് കൊണ്ട് കറക്റ്റായി കാണാനില്ല, വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ഈ പാടത്താണ് വെടിക്കെട്ട് നടക്കാറ്. എന്താ പറയുക, നല്ല വെടിക്കെട്ട്. ഈ പാടം നിറച്ച ആൾക്ക്. അങ്ങനെ ഗൈസ് ഞാൻ അച്ഛനെ വാശി പിടിപ്പിച്ചിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോവാണ്. ഞാൻ മേടിക്കാൻ പോണ ഐസ്ക്രീം സ്ട്രോബെറി ആട്ടോ. എനിക്ക് സ്ട്രോബെറി, ചോക്ലേറ്റ്, വാനില അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് സ്ട്രോബെറി വാങ്ങിച്ചു. ഗായ്സ് നമ്മുടെ കയ്യിൽ സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കട്ടെ. ആയ് നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ഛനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു, അമ്മ ഷുഗർ കട്ട. അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പൊള്ളി സാധനം കേട്ടോ, നല്ല ഐസ്ക്രീമേ. ഇപ്പോൾ ബാല നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാല നടക്കുമ്പോൾ നമ്മുടെ പഴയ അമ്പലത്തിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ വെച്ചിട്ട് ഒരു പേരെഴുതി കാണിക്കില്ലേ, ഈ സിനിമയിലൊക്കെ പേരെഴുതി കാണിക്കണ പോലെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അമ്പലം പരിസരം. പിന്നെ മെയിനായിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരാം. 18-ാം തീയതി 19-ാം തീയതി അതായത് ശനിയും ഞായറാണ് വിശേഷം. പൂരം, പെരുന്നാളും വെടിക്കെട്ടൊക്കെ ഉണ്ട്. ഗംഭീര വെടിക്കെട്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ തമ്പുരാനാണത് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് പോകണ്ടായിരുന്നത്. പിന്നെ തമ്പുരാൻ മരിച്ചു. പിന്നെ വെടിക്കെട്ടിൻ്റെ കൊല്ലത്ത് അങ്ങോട്ട് ഒരു കോട്ടയത്ത് എവിടെ അങ്ങോട്ട് ഒരു വെടിക്കെട്ട് നടന്നപ്പോൾ അന്ന് വെടിക്ക് പറയണ ഗംഭീര വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ ഗംഭീര വെടിക്കെട്ടായിരുന്നു. തള്ളല്ല, ചോദിച്ചറിയാൻ പറ്റും. പക്ഷേ അവിടുത്തെ ഇത് പ്രശ്നം വന്നു. പിന്നെ അവിടെ തൊട്ട് കുറച്ച് ആ പാടാണ്, ആ പാടത്തിൻ്റെ അവിടെ കുറച്ച് ആൾക്കാർ സ്റ്റേ കൊടുത്തു. അതായത് വലിയ വലിയ എംട്ടും കുണ്ടൊക്കെ പൊട്ടുമ്പോൾ വീടിന് വിള്ളലും ചിന്നലും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് സ്റ്റേ ഒക്കെ കൊടുത്തത് കൊണ്ട് പിന്നെ വെടിക്കെട്ട് ഉണ്ട്. പക്ഷേ വലിയ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് നിന്നു. ഇപ്പോൾ ചെറിയ തരത്തിൽ എന്നാലും അത്യാവശ്യത്തിനുള്ള വെടിക്കെട്ട് പ്രേമികൾക്കുള്ള ഒരു വെടിക്കെട്ട് ഉണ്ട്. അപ്പോൾ എല്ലാവരും വരാം. ഞാൻ വെടിക്കെട്ട് ഒരുപാട് ദൂരെ നിന്ന് കാണുമെങ്കിൽ വെടിക്കെട്ട് അത്ര വലിയ താല്പര്യമില്ല. ആനയൊക്കെ പേടിയാണ്. അപ്പോൾ എല്ലാവരും വരാം. അപ്പോൾ എന്താ പറയുക, 19-ാം തീയതി 19. അപ്പം എല്ലാവരും വരാം. അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ശ്രീ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാവർക്കും സ്വാഗതം. ബാക്കി പൊടിമോള് പെരുന്നാളും പൊടിമോള് പറയും. ബാക്കി എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും അടുത്ത വീഡിയോ എന്താ പറയുക, പൂരത്തിൻ്റെ വീഡിയോ, വിഷുവിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പെരുന്നാളിന്റെ വീഡിയോ. ഓക്കെ, താങ്ക് യു.